എടുത്തുന്ന വചനമാണ്. ഒന്നിരുത്തി നമ്മളെ ചിന്തിപ്പിക്കേണ്ട വചനമാണ്. 2025 വർഷങ്ങൾക്ക് മുൻപ് ഒരു തെരുവീഥിയിൽ നിന്ന് 2 പിശാച് ബാധിതർ ഈശോയോട് ചോദിച്ച ചോദ്യമാണിത്: നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? പശ്ചാത്തലം ഒന്ന് വ്യക്തമാക്കി തരാം. ഗദരായുടെ നാട്ടിലേക്ക് ഈശോ കടന്നു വരുന്നു. പരസ്യ ജീവിതകാലമാണ്. ഗദരാ ദേശം വിജാതീയ ദേശമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനത്തിന് വിലയില്ലാത്ത ദേശമാണ്. ദൈവത്തെക്കുറിച്ച് അറിയാത്ത ദേശമാണ്. ഇതിനെയാണല്ലോ നമ്മൾ വിജാതീയ ദേശം എന്ന് പറയുക. അവിടെ 2 പിശാച് ബാധിതർ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അശുദ്ധി നിറഞ്ഞ സ്ഥലമാണെന്ന് വ്യക്തമാണ്. പന്നികൾ എന്ന പറച്ചിൽ വരുമ്പോൾ അത് പൂർണ്ണമാകും. ആ ദേശം മുഴുവൻ അശുദ്ധിയുടെ ദേശമാണ്. ഈശോയുടെ കടന്നുവരവ് ആ അശുദ്ധമായ ദേശത്തെ പുണ്യപൂർണമാക്കുവാൻ വേണ്ടിയാണ്. അശുദ്ധിയുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം കടന്നു വരുമ്പോൾ അവിടമെല്ലാം വിശുദ്ധമാകണം. അങ്ങനെ ആ ദേശത്തേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അശുദ്ധാത്മാക്കൾ പറയുക: ദൈവപുത്ര, നീ എന്തിനാണ് ഞങ്ങളുടെ ഈ ദേശത്തേക്ക് കടന്നു വന്നത്? ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ചോദ്യം അതാണ്. നീ എന്തിനാണ് ഞങ്ങളുടെ ദേശത്തേക്ക് കടന്നു വന്നത്? ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമായിട്ട് പറയും: നീ എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നത് എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുക. എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരുന്നത്? ആ ചോദ്യം ഇന്നും നമ്മുടെ സമൂഹത്തിലില്ലേ? ഭാര്യ ഭർത്താവോട് ചോദിക്കുന്നില്ലേ: നിങ്ങൾ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നില്ലേ: നിങ്ങൾ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? മക്കൾ ചോദിക്കുന്നില്ലേ: എൻ്റെ ജീവിതത്തിൽ എന്തിനാ നിങ്ങൾ മാതാപിതാക്കൾ ഇടപെടുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? സമാധാനത്തോടെ വിട്ടുകൂടെ? എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ അനിഷ്ടങ്ങൾക്കും ഒക്കെ എന്നെ അങ്ങ് വിട്ടുകൊടുത്തുകൂടെ? നിങ്ങൾ എന്തിനാണ് എന്നെ ഇടപെടുന്നത് എൻ്റെ ജീവിതത്തിൽ? ഒരു ഓഫീസിലാണെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമില്ലേ: എന്തിനാ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? തെറ്റുകൾ ചെയ്യുമ്പോൾ, അവർ കാര്യങ്ങൾ നന്നായിട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ അധികാരികൾ ചോദിക്കും: എന്താ നീ ചെയ്തത്? ഉടനെ എടുത്തവായിട്ട് നമ്മൾ പറയും: നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നിനക്ക് ധാരാളം ജോലിയുണ്ടല്ലോ, അത് ചെയ്ത് തീർത്താൽ മതിയില്ലേ? ഇങ്ങനെ 2025 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ചോദ്യം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ ഉത്തരം ഒന്നേയുള്ളൂ, ഒരു ഉത്തരവേ ഉള്ളൂ. അധികാരപ്പെട്ടവന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്: നീ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഈ ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമായിട്ട് പറയും: ദാവീദിന്റെ പുത്രനാ, നീ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വരുന്നത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണോ എന്ന് ഈ പിശാച് ബാധിതർ ചോദിക്കുന്നുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ടത് ആ ദേശത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. ഗദരായ ദേശം മുഴുവൻ ഇങ്ങനെ അശുദ്ധാത്മാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൂഹത്തിൽ അവരെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഗലീലയിൽ നിന്ന് ഈശോ ഗദരായുടെ നാട്ടിലായ വിജാതീയ നാട്ടിലേക്ക് വരിക. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് യഹൂദരും വിജാതീയരും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഗദരായ നാട്ടിലേക്ക് കടന്നു വരിക. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും: നീ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്? ഞങ്ങളെ ഈ പന്നിക്കൂട്ടത്തിലേക്ക് നീ അയക്കുക, ഞങ്ങൾ ആ പന്നിക്കൂട്ടത്തിൽ ജീവിച്ചു കൊള്ളാം. ഒരിക്കലും ആ ദേശം വിട്ടു പോകുവാൻ ആഗ്രഹിക്കാത്ത പൈശാചിക പ്രലോഭനങ്ങളെ അങ്ങനെ അടിച്ചമർത്തി വെക്കുകയാണ്. അവിടെ ഞങ്ങൾ ഈ പന്നികളുടെ കൂട്ടം ജീവിച്ചോളാം, എന്നാലും ഈ ദേശം വിട്ടുപോകുവാൻ, ഞങ്ങളെ നശിപ്പിക്കുവാൻ നീ ഒരിക്കലും കടന്നു വരരുത്. ഈശോ പറഞ്ഞു: നീ പന്നിയുടെ അടുക്കലേക്ക് പോവുക. ആ പന്നികളെല്ലാം കടലിലേക്ക് വീണ് ചത്തൊടുങ്ങിയെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കും. യേശു വരുന്ന സ്ഥലത്ത് നിന്ന് യേശു ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് പിന്നീട് കർത്താവ് പറയുക. അവൻ നോക്കുമ്പോൾ കാവൽക്കാർ ഓടിച്ചെന്ന് പറഞ്ഞു: ഈ പന്നിക്കൂട്ടങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? ഈ മനുഷ്യന് സംഭവിച്ചത് എന്താണ്?
ജനമോടിക്കൂട്ടിയപ്പോൾ അന്ന് വരെ അവരെ ശല്യം ചെയ്തിരുന്നവർ, അന്ന് വരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവൻ, രാത്രികാലങ്ങളിൽ അലറിക്കരയുന്നവൻ, ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി അവർ സ്വയം നശിക്കുവാൻ ശ്രമിക്കുന്നവരിതാ ശാന്തമായിട്ട് നിൽക്കുന്നു. അവനുള്ളിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും മാറ്റി 3000 പന്നികക്കൂട്ടമുണ്ടെന്ന് ഓർക്കണേ. അത്രയും ദുഷ്ടശക്തികൾ അവന്റെ ഉള്ളിലേക്കുണ്ട്. അതിനെല്ലാം ഈശോ പുറത്താക്കിയപ്പോൾ അവൻ ശാന്തമായി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഇതൊരു വലിയ പാഠമാക്കി മാറ്റേണ്ടതാണ്. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണ്. അശുദ്ധ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നമ്മളെ അശുദ്ധമാക്കുന്ന എല്ലാത്തിനെയും ഈശോ എടുത്തു മാറ്റി ഈശോയ്ക്ക് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് കരങ്ങളടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവം, നമ്മൾ ക്ഷണിക്കുമ്പോൾ കടന്നു വരുന്ന ദൈവം, നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കുമ്പോൾ കടന്നു വരുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ വിശുദ്ധീകരിച്ച് ശാന്തരായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. ഇങ്ങനെ കർത്താവ് ഇടപെട്ട കുറെ കുടുംബങ്ങളെ നമുക്ക് വിശുദ്ധ ലിഖിതത്തിൽ കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം മാർത്തയുടെയും മേരിയുടെയും കഥ പറയുന്നുണ്ട്. 10-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കും മാർത്തയുടെയും മേരിയുടെയും ജീവിതം. എന്തിനു വേണ്ടിയാണ് ഈ മാർത്തയുടെയും മേരിയുടെയും ഈ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരിക, അവർ അതിഥിയായിട്ട് താമസിക്കുക? വലിയൊരു സന്ദേശം ഈ ഒരു പാപിനിയായ സ്ത്രീയിലൂടെ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ചു ലോകത്തിന്. ദൈവം പാപികളെ സ്നേഹിക്കുവാനാണ് വന്നത്. അവന്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈശോ പറയുക. ഈശോ വീട്ടിലേക്ക് കടന്നു വരിക. ഈശോ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ 2 സഹോദരിമാർ, ഒരാൾ അവന്റെ കാൽപാദത്തിങ്കൽ ഇരുന്നു, മേരി അവന്റെ കാൽപാദത്തിങ്കൽ ഇരുന്നു. മാർത്തയാണെങ്കിൽ ഓടി നടന്നു. കാരണം അവക്ക് ഈശോ വന്നതല്ലേ, ഒരു ഗസ്റ്റ് വന്നതല്ലേ, എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? ചോറ് വെക്കണ്ടേ, സാമ്പാർ വെക്കണ്ടേ, മീൻ ഉണ്ടാക്കണ്ടേ? ആകപ്പാടെ ജീവിതത്തില് എന്തൊക്കെയോ ചെയ്തു തീർക്കുവാനുള്ളൊരാഗ്രഹം. അവൾ അതുകൊണ്ട് പരാതി പറയുന്നുണ്ട്, എന്റെ സഹോദരി മാർത്ത എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അവളെ ഒന്ന് പറഞ്ഞു വിട്. മരക്കറിയൊക്കെ ഒന്ന് അരിയണ്ടേ, ചായ സാമ്പാർ വെക്കണ്ടേ, മീനൊക്കെ ഒന്ന് വെട്ടണ്ടേ, മീൻകറി വെക്കണ്ടേ, ഇറച്ചി വെക്കണ്ടേ? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ ഓടി നടന്നാൽ എങ്ങനെയാണ് സാധിക്കുക? ഈശോ അവളോട് പറയുക, മോളെ, ഈ സാമ്പാറും ഈ ചോറും ഈ മീൻകറിയും ഒന്നുമല്ല എനിക്ക് ആവശ്യം. നീ പല കാര്യങ്ങളിൽ വ്യാപൃതയാണ്. ഇതൊന്നുമല്ല എനിക്ക് ആവശ്യം. കാരണം ഇതിനൊന്നും എനിക്ക് പ്രാധാന്യമില്ല. എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ചോറും കറിയും ഒന്നുമല്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക, അതാണ് എന്റെ ഭക്ഷണം. അതാണ് ഈ മേരി കാണിക്കുന്നത്. എന്റെ വചനം ശ്രവിച്ച് എന്റെ കാൽപാദത്തിങ്കൽ അവൾ ഇരിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊടുക്കേണ്ട സമയം ദൈവത്തിന്റെ കാൽപാദത്തിങ്കൽ കൊടുക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് നമ്മൾ മാറും. ദിവസങ്ങളിൽ ഒരു സഹോദരൻ ഇവിടെ പ്രാർത്ഥിക്കുവാൻ വരും. മിക്കവാറും എല്ലാ ദിവസവും വരും. സമൂഹത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കിയിട്ട് കാണുന്നുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഇതാണ്. ഭാര്യ ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ പരീക്ഷയാണ്, ഒറ്റ ചാൻസേ ഉള്ളൂ. ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ ആ മകള് തിരിച്ച് നാട്ടിൽ വരണം. 2 മക്കളുണ്ട്, കുടുംബമുണ്ട്, പാവപ്പെട്ട കുടുംബമാണ്. ഒരു 5 സെന്റ് സ്ഥലം മേടിക്കണം, ഒരു കുടുംബം, ഒരു വീട് പണിയണം. അതിനപ്പുറം ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്നുമില്ല. ആ സഹോദരൻ എല്ലാ ദിവസവും ഇവിടെ വരും. മിക്കവാറും എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്കും വരും. ഓടി വന്ന് പറയും, അച്ഛാ, അവൾക്ക് ഭയങ്കര ടെൻഷനാ. ഞാൻ ചോദിക്കും, എന്തിനാ? ഈ പരീക്ഷ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണം, യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവള് അവിടെ ഒറ്റയ്ക്കല്ലേ, ആരോട് പറയാനാ? ഞാനടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു. മക്കളടുത്തുണ്ടായിരുന്നെങ്കിൽ അവൾക്കൊന്ന് ആശ്വസിക്കാമായിരുന്നു. മറ്റു കുടുംബത്തിലെ മക്കൾ അവരുടെ മാതാപിതാക്കളുമായിട്ട് ചിരിച്ചു കളിച്ച് സന്തോഷിക്കുമ്പോൾ എൻ്റെ ഭാര്യ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ എനിക്കിവിടെ ഇരുന്ന് കാണുവാൻ പറ്റും. മക്കൾ അടുത്തില്ല, ഭർത്താവ് അടുത്തില്ല, പരീക്ഷയിൽ തോറ്റുപോകുമെന്നുള്ള പേടി. ആ സഹോദരൻ ഇവിടെ വന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുക.
ഒറ്റ പരീക്ഷ കൂടി ഉള്ളൂ, ഇനി വൈവയും കൂടെ മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി എല്ലാ പരീക്ഷയിലും ഈ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ആ സഹോദരൻ അവരെ വിജയിപ്പിച്ചെടുത്തു. സ്നേഹമുള്ളവരെ, ദൈവം ചില ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന വഴികളൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കുവാൻ സമയമുണ്ടാകുമ്പോൾ, കർത്താവിന്റെ മുമ്പിൽ വന്നിരിക്കുവാൻ സമയമുണ്ടാകുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായ ദൈവകൃപ ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് ഈ യുവാവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് സമയം കിട്ടുന്നതാ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഒരല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മേരിയുടെ ജീവിതത്തില് വലിയ മാറ്റം സംഭവിച്ചത് എവിടെയാ? അങ്ങനെ ഇരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ശക്തമായിട്ട് ഇടപെടും. അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടും. അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കണ്ണുനിരപ്പുവാൻ കർത്താവ് കൂടെ ഉണ്ടാകും. ലാസറിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുക. ലാസർ മരിച്ചുപോയി. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളാണ് ഇവര്. ലാസർ മരിച്ചുപോയെന്ന് ഈശോയ്ക്ക് ആളറിയിച്ച് പറഞ്ഞപ്പോൾ ഈശോ അവിടെ തന്നെ നിന്നു. 2 ദിവസം കഴിഞ്ഞ് ചെന്ന് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ സഹോദരൻ ലാസർ ഉറങ്ങുകയാണ്, നമുക്ക് അവിടെ പോയി അവനെ ഉണർത്താം. അവിടെ പോയി നമുക്ക് ഉണർത്താം. ആ കുടുംബം വേദനയാണ്, ആ കുടുംബത്തിൽ സങ്കടമാണ്. ഏക ചേട്ടൻ മരിച്ചുപോയി, ഇനി മുൻപോട്ട് എങ്ങനെയെന്ന് അറിയില്ല. അവരുടെ ജീവിതത്തിന്റെ ആകെ സങ്കടങ്ങളിൽ ഇതാ കർത്താവ് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് അവിടെ കണ്ണുനിരപ്പി ലാസറിനെ ഉയർപ്പിച്ച് അവരുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അവർ അനുഭവിച്ച സന്തോഷം, അവർ അനുഭവിച്ച ദൈവസ്നേഹം, കർത്താവിന്റെ കാലിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ അവർ ഇത്രമാത്രം പ്രതീക്ഷിച്ചില്ല കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ മൂത്ത സഹോദരനെ തങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നും അവരറിഞ്ഞില്ല. ഈശോ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുന്ന അനുഭവം. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുൻപിലേക്ക് ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരും. നമ്മുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യവും സംരക്ഷണവും നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അവൻ നമുക്ക് നൽകുമെന്ന് ഈ ജീവിതം അവൻ നമ്മളെ പഠിപ്പിക്കുക. ഈശോ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം സമാധാനവും ശാന്തിയും സമൃദ്ധിയുമാണെന്ന് നമ്മൾ ഇവരുടെ ജീവിതം പഠിപ്പിക്കുന്നു. ഈശോ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? ഈശോ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അവനെ കണ്ടുകൊണ്ടല്ല, അവനിലുള്ള ഗുണങ്ങളെ കണ്ടുകൊണ്ടതല്ല, മറിച്ച് ഈശോ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അവനിലൂടെ ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യമാണ്. എന്റെ ചൈതന്യം അവനിൽ ഞാൻ നിക്ഷേപിക്കുമ്പോൾ അവനൊരു വലിയ ചൈതന്യത്തിന്റെ ഉടമയായിട്ട് മാറും. ആ ചൈതന്യം അവനിൽ വളർന്ന് അവൻ എനിക്ക് വേണ്ടി വേല ചെയ്യുന്ന ഉപകരണമാക്കി മാറ്റുമെന്ന് ബോധ്യമുള്ളവരുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് തന്റെ ചൈതന്യത്തെ അയക്കുക. നമ്മുടെ ഗുണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്നിൽ പൂർത്തിയാകുമെന്ന് ദൈവം വിചാരിക്കുന്നത് കൊണ്ട്, ആഗ്രഹിക്കുന്നത് കൊണ്ട്, എന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ആണ് ദൈവം എന്നെ തിരഞ്ഞെടുക്കുക. അറിയാം, ലൂക്കാ മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ മോശയെ ദൈവം തെരഞ്ഞെടുക്കുന്ന പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യമുണ്ട്. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് അത്ഭുതകരമായ വിധം രക്ഷിക്കുവാൻ വേണ്ടിയാണ് മോശയെ ദൈവം തെരഞ്ഞെടുത്തത്. ആടുമേയിച്ച് നടന്നവനാണ്, ഒരുവിധ പ്രതീക്ഷയും പ്രത്യാശയും ഒന്നുമില്ല, സാധാരണ മനുഷ്യൻ. അവനോട് പറയുക, നീ ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കണം. അവൻ പറയും, ഇതെങ്ങനെ? നീയാണ് എന്നെ അയച്ചതെന്ന് ഞാൻ ഇസ്രായേൽ ജനതയുടെ അടുക്കലേക്ക് എന്ന് ചെന്ന് പറഞ്ഞാൽ അവരെന്നെ കല്ലെറിയും. ഞാൻ ദൈവദൂഷണം പറയുമെന്ന് അവർ പറയും, അവരെന്നെ കല്ലെറിയും. ഇതെങ്ങനെ സംഭവിക്കും? ദൈവം പറഞ്ഞു, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും നീ ആ ജനത്തിനെ രക്ഷിക്കണം. നീ അയക്കപ്പെട്ടവനാണെന്നൊരു ബോധ്യത്തിലേക്ക് ആ ജനത്തെ ഞാൻ കൊണ്ടുവരും. പുറപ്പാട് പുസ്തകത്തിലെ ഈ ഒരു അനുഭവം, സ്നേഹമുള്ളവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം ഒരാളെ തെരഞ്ഞെടുത്തെങ്കിൽ, മോശയെ തെരഞ്ഞെടുത്തെങ്കിൽ, അടിമത്തത്തിൽ നിന്ന് അവനെ രക്ഷയുടെ നാട്ടിലേക്ക് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച് കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മോശയിലൂടെ. എങ്കിൽ
തീർച്ചയായിട്ടും മോശയിൽ ദൈവത്തിന്റെ ചൈതന്യം സമൃദ്ധമായി വർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മൾ. ഒരിക്കലും ഓർക്കല്ല, ദൈവിക ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കുടുംബജീവിതം സന്തോഷത്തോടുകൂടെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായെങ്കിലും ശരി, അവിടെയെല്ലാം പിടിച്ചു നിൽക്കുന്ന ശക്തി നൽകുന്നത് ഈ ദൈവിക ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഒരു സ്നേഹിതൻ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വർഷവും 4 മാസവും നീണ്ടു നിൽക്കുന്ന ദാമ്പത്തിക ജീവിതം, പൊരുത്തപ്പെടലായിട്ട് ഒരു സാധ്യതയുമില്ല. ഏത് വിധത്തിലും നോക്കിയിട്ടും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവസാനം ജീവിതത്തിന്റെ ആ ഒരു കറുത്ത നിമിഷത്തില് അവൻ തീരുമാനിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാം. എല്ലാം ഒരുക്കിക്കൂട്ടി, എല്ലാം സജ്ജീകരിച്ചു, ആവശ്യമുള്ള വിഷം സജ്ജീകരിച്ചു. ഇതുവരെ കുടിക്കാത്തവൻ ഒരു കുപ്പി ബ്രാൻഡി എല്ലാം മേടിച്ച് ഫ്രിഡാൻ കലക്കി കുടിച്ച് ഇന്നുകൊണ്ട് ജീവിതം തീർക്കാം. എന്നും അവൻ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ അവൻ വന്നു, ബസ് ടെർമിനൽ അവൻ വന്നു, അവന് പോകേണ്ട സ്ഥലത്തേക്ക് അവൻ ബസ് കയറി. എന്നും പോകുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് അവൻ ബസ് കയറി. സ്നേഹമുള്ളവരെ, ആ വണ്ടി മാറിപ്പോയി. തെക്കോട്ട് പോകേണ്ടവന്റെ വണ്ടി അവൻ കയറിയപ്പോൾ അത് വടക്കോട്ടാ പോയത്. സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ സ്ഥലത്തെത്തുന്നില്ല. അവൻ പറയുക, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ വണ്ടി ഒരിക്കലും തെറ്റിയിട്ടില്ല. 3 വർഷക്കാലം ഞാൻ ഈ ടെർമിനലിൽ നിന്ന് ഇതേ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കണ്ണടച്ചാൽ പോലും കയറുന്ന ഞാൻ ആ ഒരൊറ്റ ദിവസം വണ്ടി തെറ്റി കയറി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി: ദൈവം ഞാൻ ഈ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറിപ്പോവണം. എന്റെ ദൈവം എന്റെ കുടുംബ ജീവിതത്തില് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല, എന്റെ ജീവനെ കളയുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ ആ പരിപാടി ചെയ്യില്ലെന്ന്. ഇടപെടലുകളുണ്ട് സ്നേഹമുള്ളൊരു ജീവിതത്തിൽ. ദൈവത്തിൽ ഇടപെടലുകൾ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രം മതി. മോശയുടെ ജീവിതം അതാ നമ്മളെ പഠിപ്പിക്കുക. ഒരു തിരിച്ചറിവാണ്, ഒരു മോചനമാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ളൊരു മോചനം, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ളൊരു ജീവിതം. അതാണ് നമ്മുടെ മോചനം, ദൈവം ആഗ്രഹിക്കുന്ന മോചനം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇടപെടുന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടായാൽ മാത്രം മതി. ദാവീദ് രാജാവിന്റെ പറയുന്നുണ്ട്, സാമുവേൽ 16-ാം അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ രാജാവാകുവാൻ ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ഒരു ആട് മേയിച്ച് നടന്നവൻ സഹോദരന്മാരെ എല്ലാം കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിൽ നിർത്തി അവരെ അഭിഷേകം ചെയ്യുവാനായിട്ട് കൊമ്പിനകത്ത് ഇതെടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവനല്ല. ചോദിച്ചു, നിനക്കിനി ആരെങ്കിലും മക്കൾ വേറെയുണ്ടോ? പറഞ്ഞു, ഒരുവനുണ്ട്, അവൻ ആടുമേക്കുക. പ്രവാചകൻ പറഞ്ഞു, അവനെ കൊണ്ടുവാ. അവനെ കൊണ്ടുവന്നപ്പോൾ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ അവനെ അഭിഷേകം ചെയ്യുക. തെരഞ്ഞെടുപ്പാണ് അവിടെ. എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു. ദൈവം ആഗ്രഹിച്ച മനുഷ്യരെ ദൈവം തെരഞ്ഞെടുത്തു. അവരെ അഭിഷേകം ചെയ്യുവാൻ പറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാൻ, സകല വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ, അവരുടെ ജീവനെ സംരക്ഷിക്കുവാൻ, മറ്റ് രാജാക്കന്മാരുടെ യുദ്ധങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ, വിജയം കൊണ്ടുവരുവാൻ, അങ്ങനെ ജെറുസലേമിലെ ഇസ്രായേൽ ജനതയുടെ ക്യാപിറ്റലാക്കി, തലസ്ഥാനമാക്കി മാറ്റുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് രാജാവ്. ദൈവത്തിന്റെ ഇടപെടലല്ലേ അത്? ഒന്നുമല്ലാത്ത മനുഷ്യൻ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാട്ടിടയനെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവാക്കി ദൈവം മാറ്റിയെങ്കിൽ, തെരഞ്ഞെടുത്തെങ്കിൽ, സ്നേഹമുള്ളവരെ ഓർക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ദൈവത്തിന് മുമ്പിൽ വലിയവരായി തീരുവാൻ, ദൈവത്തിന്റെ രാജ്യം പണിയുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ശത്രുക്കളെ സംഗ്രഹിക്കുവാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു.
വിശ്വസിക്കാൻ പറ്റുന്നവരൊന്ന് കൈയടിച്ച്. ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണം. ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പതറിപ്പോയ ഒരു ബാലനല്ല. സർവ്വസൈന്യങ്ങൾ സർവ്വവിധത്തിലുള്ള അഭ്യാസമുറകളും അഭ്യസിച്ച് ചുറ്റുവട്ടുകളും അനേകം കൂട്ടുകാരൊക്കെ ആയിട്ട് വാളും പരിചയമേത് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ മുൻപിലേക്ക് ഒരു കവണയും ഒരു കല്ലും എടുത്തുകൊണ്ട് ഈ ദാവീദ് രാജാവിന് കടന്നു പോകണമെങ്കിൽ ദൈവം അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവൻ വ്യക്തമാക്കി പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ വരുന്നത്? ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്ന് കരമടിച്ചേ. ദാവീദ് പറഞ്ഞതാണ്, ഞാൻ വരുന്നത് കുന്തവും കൊണ്ടോ മുന കൊണ്ടോ വാളുകൊണ്ടോ പരിചകൊണ്ടോ ഒന്നുമല്ല. ഞാൻ വരുന്നത് എന്നെ അയച്ച സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാണ്. അവന്റെ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. ദൈവം എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം എന്നെ സംരക്ഷിക്കും. എന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ എനിക്ക് ശക്തി തരുമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ദാവീദ് കടന്നു ചെന്നത്. സ്നേഹമുള്ളവരെ, ഇതേ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത്. ഈ ഒരു വിശ്വാസമാണ് എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നെങ്കിൽ ദൈവം എന്നെ സംരക്ഷിക്കും. എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. ഏത് ശത്രുക്കളുടെ മുമ്പിലും നട്ടെല്ലെന്ന് പറ്റി സർവശക്തനായ ദൈവത്തിന്റെ നാമത്തില് അവനെ പ്രഘോഷിക്കുവാനും അവനെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ജീവിതത്തില് നമുക്ക് സാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹായുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ്ലീഹ ഇസ്രായേൽ ദൈവജനത്തെ മുഴുവൻ പീഡിപ്പിച്ച് കൊല്ല വ്യക്തിയാണ്. അതിനുവേണ്ടി അങ്ങേറ്റം പരിശ്രമിച്ചവനാണ്. ബുദ്ധിമാനാണ്, നിയമജ്ഞനാണ്, എല്ലാം അറിയാം. പക്ഷെ ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു അതുവരെ. യഥാർത്ഥ സത്യദൈവത്തെ അവൻ അറിഞ്ഞില്ല. മതത്തിന്റെ ഭ്രാന്തവന്റെ മനസ്സിലുണ്ടായിരുന്നു. നിയമങ്ങളുടേതായ ഒരു ചങ്ങല അവനിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുരിശിലേറ്റപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്, അവനെ അനുധാവനം ചെയ്യുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യമുള്ളിൽ ഉറച്ചതുകൊണ്ട് ദൈവമക്കളെ മുഴുവൻ കൊന്നെടുക്കുവാൻ പോകുന്ന പൗലോസ് അപ്പോസ്തലന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവം തട്ടിവീഴ്ത്തി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ഈശോ ഞാനാ. നീ പീഡിപ്പിക്കുന്ന ഈശോ ഞാനാ. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നീ എന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട് എന്റെ തെറ്റുകളെ തിരുത്തി എന്റെ കണ്ണുകൾക്ക് പ്രകാശം തന്നു. ഞാൻ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച എന്റെ മനസ്സിന്റെ നിയമങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം തന്നു. ഇത് ഞാൻ എന്ത് ചെയ്യണം? അതായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ചോദ്യം. ഇനി ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എഴുന്നേൽക്ക്, എന്നിട്ട് ഡമാസ്കസിലേക്ക് നീ അങ്ങോട്ട് പോവുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, പിന്നീട് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ വിജാതീയനെ, ഞാൻ ആദിജാതനെ, ഞാൻ വന്നത് അഗാധജാതനെ പോലെ ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. അതാണ് ഉപയോഗിക്കുന്ന വാക്യം, അഗാധജാതനെ പോലെ. കാരണം കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിന്റെ കൂടെ താമസിച്ചിട്ടില്ല, കർത്താവിന്റെ വചനങ്ങൾ കേട്ടിട്ടില്ല, അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയാൻ, എല്ലാരെ കൂടെക്കാളും കൂടുതൽ ഞാൻ ജോലി ചെയ്തു. ഞാൻ എത്രമാത്രം സഭയെ പീഡിപ്പിച്ചുവോ, എത്രമാത്രം ഞാൻ ഈ മനുഷ്യന്റെ നിയമങ്ങളെ ധിക്കരിച്ചുവോ, എത്രമാത്രം ഈ മനുഷ്യന്റെ പഠനങ്ങളെ ഞാൻ അവഹേളിച്ചുവോ, അതിനേക്കാളെല്ലാം ഉപരിയായി ഞാൻ എന്നതിന് സാക്ഷിയായി തീർന്ന് എല്ലാവരെക്കാളും കൂടുതലായി ഞാൻ ജോലി ചെയ്തു. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. അതുകൊണ്ട് അവൻ പറയും, എന്നെ നോക്ക്, എന്നെ നോക്കി പഠിക്ക്. എന്നിൽ നിന്ന് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവല്ലാതെ എനിക്കൊന്നുമില്ല, അവനാണ് എൻ്റെ ജീവിതം. അത്രമാത്രം ശക്തമായി പറയുവാൻ പറ്റുന്നതിന്റെ കാരണം എന്താ? ഈശോയുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ അവൻ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്, അവൻ സംഭവിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ചാണ്. അങ്ങനെ എല്ലാവർക്കും ശ്രേഷ്ഠമായ ഒരു ജീവിതം മുൻപിൽ വെക്കുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. അവസാനം പറഞ്ഞു, എന്നെ നോക്കി പഠിക്കുക, ഞാൻ ഈശോയിൽ ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കുക. അത്രമാത്രം ശക്തമായ ഒരു സാക്ഷ്യമായി മാറുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. എന്തുകൊണ്ടാ? ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടു.
ഇടപെടാൻ അവൻ അനുവദിച്ചു. അവൻ തന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തു. ഞാൻ ഇനി എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്യുക, ഇനി ഞാൻ പറയുന്നത് ചെയ്യുക. ഇത്രയും നാള് നിന്റെ മതം പറഞ്ഞത് നീ ചെയ്തു, ഇത്രയും നാള് നിന്റെ അറിവ് നിന്നെ ചെയ്തു. അറിവും നിന്റെ മതഭ്രാന്തമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇനി ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ പറയുന്നത് ചെയ്യുക. പിന്നീട് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം മുഴുവൻ ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമാ. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ധ്യാനിച്ചു. പോകണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ പോയില്ല, പോകാൻ പറയുന്ന സ്ഥലത്ത് അവൻ പോയി. ശക്തമായി സാക്ഷ്യം വഹിക്കേണ്ട സ്ഥലത്ത് അവൻ സാക്ഷ്യം വഹിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ചെവിയിൽ കേട്ടുകൊണ്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് നടന്നു. ദൈവത്തിന് ശക്തമായ സാക്ഷ്യമായി. ദൈവം ഇടപെടുമ്പോൾ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പേസ്, നമ്മുടെ സ്ഥലം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവം നമ്മളിൽ വരുത്തുന്ന മാറ്റത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അവനെ എന്തിനാണ് കുഴിയിൽ തട്ടിയിട്ടത്? എന്തിനാണ് അവനെ ഇത്രമാത്രം ദ്രോഹിച്ചത്? സ്വന്തം സഹോദരങ്ങളാൽ ദ്രോഹിക്കപ്പെട്ടു, ഈജിപ്തിലേക്ക് കൊടുക്കപ്പെട്ടു, വിൽക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തിനു വേണ്ടി അവൻ ഇത്രമാത്രം സഹിച്ചു? എന്തിനു വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ വേദനകൾ അനുഭവിച്ചു? ഒരേ ഒരു കാര്യം, ദൈവത്തിന് അവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം അവന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മറ്റൊന്നിനുമല്ല, ഇസ്രായേൽ മക്കളെ എല്ലാവിധ ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കുക, ജനത്തെ മുഴുവൻ രക്ഷിക്കുക. വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുവാൻ വേണ്ടി മാത്രം ദൈവം അവനെ തെരഞ്ഞെടുത്തു. പിന്നീട് അവന്റെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്ന കഷ്ടതകള്, വേദനകള്, പ്രയാസങ്ങള്, ജയിലറകള്, അന്ധകാരങ്ങള്, തെറ്റിദ്ധാരണകള്, വിധി എല്ലാം അവന്റെ ജീവിതത്തിലുണ്ടായി. തിരിഞ്ഞു നോക്കിയില്ല അവൻ. കാരണം അവനറിയാം, ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ എന്നെ സംരക്ഷിക്കും. സ്നേഹമുള്ളവരെ, അത്യധികം വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ അനേകർ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്: ദൈവം എന്റെ ജീവിതത്തിൽ എന്താ ഇടപെടാത്തത്? ദൈവം എന്റെ ജീവിതത്തിൽ എന്താണ് ഇടപെടാത്തത്? എന്റെ സ്നേഹിതൻ ഇന്നലെ എന്നോട് ചോദിച്ച ചോദ്യമാ. എന്തിനു വേണ്ടിയാണ് ഈ ഡിവോഴ്സിന് വേണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് എന്തിനാണ് അവളെ ദൈവം തന്നത്? എന്തിനു വേണ്ടിയാണ് അവളെ എനിക്ക് ദൈവം തന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഒത്തിരി പള്ളികളിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു, ഒത്തിരി ധ്യാന ഗുരുക്കന്മാരെ ഞാൻ കണ്ടു. വീട്ടിൽ നിന്ന് കരയുവാൻ എനിക്ക് കഴിവില്ല. കാരണം അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേദനയുണ്ടാകും. ബാത്റൂമിൽ നിന്ന് ഞാൻ കരയുന്നു, പള്ളിയിൽ പോയി ഞാൻ കരയുന്നു, എനിക്ക് വേദന വരുമ്പോൾ പുറത്തു പോയി ഞാൻ ഇന്ന് കരയുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തെ മറികടന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും, ദിവസം പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തേ ഇങ്ങനെ സംഭവിച്ചത്? ഉത്തരങ്ങൾ കിട്ടുന്നില്ലല്ലോ. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉത്തരങ്ങൾ കിട്ടില്ല. എന്തോരെ ചോദിച്ചാലും കിട്ടില്ല ചില ഉത്തരങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം കർത്താവ് സ്പർശിക്കുന്നെങ്കിൽ, കർത്താവിന് ഇടകൊടുക്കുന്നെങ്കിൽ, എന്തിന് ജോസഫിന്റെ ജീവിതത്തെ ഇത്രമാത്രം ദൈവം ഞെരുക്കിക്കളഞ്ഞ്, പക്ഷേ അവസാനമോ അവന്റെ ജീവിതത്തിലൂടെ അനേക മനുഷ്യർ രക്ഷപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. ദൈവം ജോസഫിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് അനേക മനുഷ്യർക്ക് നന്മയായി ഭവിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ ചോദിക്കരുത്, എന്തിനാ ദൈവമേ ഇതെനിക്ക്? 8 മണിയാകുമ്പോൾ അഭിലാസത്തിൽ വരുന്നുണ്ട്, എല്ലാം അടിച്ച് മാറ്റുന്നുണ്ട്, അടിച്ച് ശുദ്ധമാക്കുന്നുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു പ്രാർത്ഥനയും ഞാൻ വിട്ടുപോകുന്നില്ല. എല്ലാ ദിവസവും ഞാൻ പ്രഭാത പ്രാർത്ഥന തൊട്ട് തിരുവചന ശുഭരാത്രി ശുശ്രൂഷ വരെ ഞാൻ പങ്കുചേരും. പക്ഷെ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവുമില്ലല്ലോ, എൻ്റെ ജീവിതത്തിന് ഒരു ഉയർച്ചയും ഇല്ലല്ലോ എന്ന് ചോദിച്ച ഒരു സഹോദരി എനിക്കറിയാം. 5 മണിക്കുള്ള കൊന്ത തൊട്ട് രാത്രി വരെയുള്ള ശുഭരാത്രി ശുശ്രൂഷ വരെ കാണുന്ന എപ്പോൾ ഓൺ ചെയ്താലും ഞാൻ അറിയുവച്ച അതുപോലെയുള്ള എന്നിട്ടെന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചൊരു സഹോദരി എനിക്കറിയാം.
ജീവിതത്തിൽ ദൈവം ഇടപെടാത്തത് എന്താണെന്ന് എന്റെ ചോദ്യം. ദൈവത്തിൽ ഇടപെടാൻ സമയമായില്ല എന്നൊരു ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാണ് ദൈവത്തിൽ ഇടപെടാൻ എനിക്ക് സമയമുണ്ടാകുന്നത്? എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാനായിട്ട് എന്താണ് പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ഏത് തിന്മയാണ് എന്നിലുള്ളത്? ഏത് തിന്മയെ ഞാൻ മാറ്റിയാൽ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും? ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന കൈക്കൊള്ളുന്നുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പൂർവികന്മാർക്ക് വേണ്ടി കുർബാന ചൊല്ലുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ തിന്മകളുടെ ശക്തി ഞങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അത് മാറിപ്പോകുവാൻ ഞാൻ കുർബാന ചൊല്ലുന്നുണ്ട്. എൻ്റെ പൂർവിതാക്കന്മാരുടെ പാപത്തിന്റെ ബന്ധനങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ മാറിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്. 33 പ്രാവശ്യം ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളും വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. പിന്നെന്തേ എൻ്റെ ജീവിതത്തിൽ മാത്രം ദൈവം ഇടപെടാത്തത്? ചോദ്യങ്ങൾ ശരിക്കും ഒരു ശരം പോലെ മനസ്സിലേക്ക് കുത്തിക്കൊള്ളുന്നുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം അതിന് പറയുന്നു. കർത്താവ് പറഞ്ഞ ഉത്തരം തന്നെ. ദൈവത്തിന് അവൻ്റെതായ സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ. നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളല്ല ദൈവം ഇടപെടുന്നത്, മറിച്ച് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടും. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളെ അതാ പഠിപ്പിക്കുക. എല്ലാ സ്ത്രീകളും കാത്തിരുന്നു, അമ്മ ഒരിക്കലും അതിനുവേണ്ടി കാത്തിരുന്നില്ല. ദൈവപുത്രന് ജന്മം നൽകുവാൻ അമ്മ മാത്രം കാത്തിരുന്നില്ല, അമ്മയെല്ലാം ഹൃദയത്തിൽ സംഭവിച്ച് അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായി അവൾ ജീവിച്ചു. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവം അവളിൽ പ്രസാദിച്ചു. സ്നേഹമുള്ളവരെ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണത്തിന്റെ സമയം, നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയുടെ സമയം ദൈവത്തിനറിയാം. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അന്ന് ഇടപെടും. ജീവിതങ്ങള് പല ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല ജീവിതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ശക്തി തരുവാൻ വേണ്ടിയാണ് ഈ ജീവിതങ്ങളെ ബൈബിളിൽ കോർത്തിണക്കിയിരിക്കുന്നത്. ഇവരെന്തിനു വേണ്ടി, എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്, ഇവരിലൂടെ ദൈവം എങ്ങനെയാണ് പ്രസാദിച്ചത്, ഇവരിലൂടെ എങ്ങനെയാണ് ദൈവം തന്റെ പദ്ധതികളെ പൂർത്തിയാക്കിയതെന്ന് ശക്തമായി പഠിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ബൈബിളിലുള്ള പല വ്യക്തിത്വങ്ങളും. കാരണം ദൈവം ഇടപെടുന്ന ജീവിതങ്ങൾ എപ്പോഴും ധന്യമായ ജീവിതങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, ദൈവത്തിന്റെ സമയത്ത് നമ്മൾ പൂർത്തീകരിക്കുവാൻ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ കവാടങ്ങളെ ഏതു നിമിഷവും ദൈവത്തിന് കടന്നു വരുവാൻ തുറന്നിടുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടാവണം. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കർത്താവിന് കടന്നു വരുവാൻ, അവന് നമ്മൾ പ്രവർത്തിക്കുവാൻ നമ്മൾ എന്ന് സജ്ജരാകുന്നവൻ അവന് മനസ്സിലാകുന്നു. അന്നവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ നമ്മളോട് ആഗ്രഹിക്കുന്ന പ്രവൃത്തിയെ പൂർത്തീകരിക്കാൻ ഒരു സംശയവും നമുക്ക് വേണ്ട. എന്തിനാണ് നീ ഞങ്ങളെ ശല്യം ചെയ്യുന്നത്? ആ ചോദ്യത്തിന് പൈശാചിക ബുദ്ധിമുട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ നമുക്ക് നൽകുവാനുള്ളൂ. ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ, ദൈവമേ നീ എൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാ ഇടപെടുന്നത്? ചോദിക്കുന്നവരുണ്ട് സഹോദരങ്ങളെ, ചോദിക്കുന്നവരുണ്ട്. എന്തിനാ ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? വിട്ടുകൊടുക്കാൻ പാടില്ലേ എന്നെ? ദൈവബാബു വന്ന് പറഞ്ഞ കാര്യമാണത്. എന്തിനാണ് ദൈവത്തെ നമ്മളിങ്ങനെ സ്നേഹിക്കുന്നത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ വിട്ടുകൊടുക്കുന്നത്? ഈ ലോകത്തെ ജീവിതം സംഗീതകൻ പറയുന്നത് പോലെ 60 കൂടിയാൽ 80. ഈ ലോകം കൊണ്ട് അവസാനിക്കില്ല നമ്മുടെ സന്തോഷവും ദുഃഖവും സന്തോഷമല്ല. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നമ്മളെ ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നത്? ചോദ്യം ശരിയാ. എന്തിനു വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുന്നു? ദൈവത്തിന് വേണ്ടിയോ? പക്ഷെ അവൻ അറിയില്ല, ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള ചിന്ത ആഴത്തിൽ അവന്റെ ജീവിതത്തിലേക്ക് കടക്കാത്തോളത്തോളം കാലം ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് അവൻ മൂല്യം നൽകും. ഈ ലോക സന്തോഷമാണ് വലിയ സന്തോഷമെന്ന് അവൻ പറയും. അതുകൊണ്ട് ദൈവത്തോട് അവൻ പറയുന്നു, ഞാൻ പള്ളിയിൽ പോയിട്ട് എത്ര നാളായെന്നോ, കുമ്പസാരിച്ചിട്ട് എത്ര നാളായെന്നോ,
എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി കുമ്പസാരിക്കുന്നു? എന്തിനു വേണ്ടി? ഞാൻ എന്തിനു വേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നു? സ്നേഹമുള്ളവരെ, ചോദിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിന് വിട്ടുകൊടുക്കാനാവാതെ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവരുടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തല. പക്ഷെ അവരുടെ ജീവിതങ്ങളെല്ലാം പരാജയങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ കടന്നു വന്നില്ല ഇന്ന് വരെ. ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക. പൗലോസ് അപ്പോസ്തലൻ ജീവിതം പറഞ്ഞു വെച്ചത് അതാണ്. ഈ ലോകത്തിലെ ജീവിതമല്ല, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്ക് പൗലോസ് എന്ന് ദൈവം പറയുമ്പോൾ അവൻ ചിന്തിക്കുന്നത് വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്. അതവനിൽ മാറ്റമുണ്ടാക്കിയെങ്കിൽ, ഈ മകരിലും മാറ്റമുണ്ടാവണമെങ്കിൽ അവൻ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സന്നിധിയിൽ അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച്, ദൈവമക്കളിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ ഈ ലോക ജീവിതത്തിൽ 60 വർഷമല്ല, ദൈവത്തോടുകൂടെ അനാദി വരെ ഒന്നായി ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ പറ്റുന്ന ആ അവസരത്തെക്കുറിച്ച്, ആ സന്തോഷത്തെക്കുറിച്ച് അവന് ബോധ്യമില്ലാതെ കൊണ്ടുള്ള ചോദ്യമായിരുന്നത്. ബോധ്യപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ കടന്നു പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്ന മകനെ കണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും പറ്റി. ജീവിതം എങ്ങനെയാണ്? ഇപ്പൊ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടും. ദൈവം നമ്മുടെ ജീവിതത്തെ കാണും. നമ്മളൊരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോവരുത്. നീ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുള്ള ചോദ്യമല്ല. ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ എന്റെ താമസമെന്ന ചോദ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉയരേണ്ടത്. നീ എന്റെ ജീവിതത്തിൽ ഇടപെടണമെന്നുള്ള തീഷ്ണമായ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. കാരണം അവൻ ഇടപെട്ടാൽ നമുക്കെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അവൻ ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഒരു വലിയ കോളേജില് 32,000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലെ പ്രിൻസിപ്പൾ അറിയാം. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി രാത്രിയിൽ ഒരു അറ്റസ്റ്റ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ചെന്നു. അത്യാവശ്യമാണ്, പിറ്റേ ദിവസം രാവിലെ കൊടുക്കേണ്ടതാ. 10 മണി രാത്രിയായി. വിളിച്ചു ചോദിച്ചു, ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യണം, ഒന്ന് ചെയ്യുമോ? ഉടനെ പോയത് പറഞ്ഞു, അച്ഛ ചെയ്യാം. അവർ കോൺവെന്റിൽ നിന്ന് ഇറങ്ങി കോളേജിൽ വന്ന് സിസ്റ്ററെയും വിളിച്ച് കൂട്ട കൊണ്ടുവന്ന് ഓഫീസ് തുടങ്ങി ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് തന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് സിസ്റ്ററെ ഇത്രമാത്രം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? 10 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്താണ് സിസ്റ്ററെ ഇതിനെ പ്രേരിപ്പിച്ചത്? ഒരു കാര്യം സിസ്റ്റർ പറഞ്ഞ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അച്ഛാ, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലേ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ലേ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്ത് മാത്രമല്ലേ എന്റെ ഒപ്പിന് വിലയുള്ളൂ. നേരല്ലേ? ഇപ്പൊ ജീവിതത്തിലൊന്ന് ഓർക്കുക, നന്മ ചെയ്യുവാൻ കിട്ടുന്ന സമയങ്ങളെ, നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് ഒരു മനുഷ്യന്റെങ്കിലും ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുവാൻ ഒരടയാളം നമുക്ക് കൊടുക്കണം. അസിസ്റ്റന്റ് ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോവില്ല. എത്ര കാലമായാലും മറന്നു പോകില്ല. കാരണം അത്രമാത്രം ആവശ്യപ്പെട്ട ഒരു സമയത്ത് സഹായിച്ചത്. ആ ഒരു സൈൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ BA എക്സാം പാസ്സാകില്ലായിരുന്നു, എനിക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞ കേട്ടോ, അതാ ശക്തമായിട്ട് പറഞ്ഞത്. അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് ഇടപെടുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. ജീവിതത്തിലേക്ക് ഇടപെടുന്ന കർത്താവിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയാം. എന്നും അവൻ്റെ ഇടപെടലുകളെ ആഗ്രഹിച്ചുകൊണ്ട്, ഓരോ ദിവസവും ഓരോ നിമിഷവും അവൻ്റെ ഇടപെടലുകളെ ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ ഇടപെടലുകൾക്ക് പ്രത്യുത്തരം നൽകുവാനുള്ള നല്ല ഒരു മനസ്സ് ഉണ്ടാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.